ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇതിലൊരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ അക്കൗണ്ടൻസിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്, സെയിം ഇതായതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ എക്സാമിന് അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, discuss with reasons that admissibility or otherwise of the following expenditure under the provisions of the Income Tax Act 1961. അതായത് ഈ പറയുന്ന എക്സ്പെൻസസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ ആണോ അല്ലേ എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഫസ്റ്റ് വൺ, സെയിൽസ് ടാക്സ് പെയ്ഡ് ബൈ ആൻ അസസി. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ഇൻ ട്രേഡ് വാസ് ലോസ്റ്റ് ഡ്യൂ ടു ഫയർ and the amount of stock destroyed debited to the profit and loss account. സ്റ്റോക്ക് തീ കൊണ്ട് കത്തിയിട്ട് പോയിട്ടുണ്ട്, ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബ്രോക്കറേജ് പെയ്ഡ് ഫോർ റേസിംഗ് ലോൺ ഫോർ ദി ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുള്ള ലോണിന് ബ്രോക്കറേജ് പേ ചെയ്തിട്ടുണ്ട്. ദെൻ കമ്മീഷൻ പെയ്ഡ് ഫോർ സെക്യൂറിങ് ബിസിനസ് ഓർഡേഴ്സിന് വേണ്ടിയിട്ട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ്. ദെൻ ലോസ് ഡ്യൂ ടു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി നമ്മളെ കാരണം കൊണ്ടൊന്നുമല്ല, എംപ്ലോയി എന്തായിട്ടുണ്ട്, മിസ്അപ്രോപ്രിയേഷൻ ആൾ ഇതായി ചെയ്തിട്ട് മോശമായി ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ലോസ് വന്നിട്ടുണ്ട്. Then compensation paid to an employee for the premature termination of his service. അതായത് ഒരു എംപ്ലോയി നിർത്തി വെച്ച് പോകണം, ഇടയ്ക്ക് വെച്ച് അയാൾക്കുള്ള കോമ്പൻസേഷൻ പേ ചെയ്തിട്ടുണ്ട്. ദെൻ പെനാൽറ്റി പെയ്ഡ് ഫോർ കസ്റ്റംസ് അതോറിറ്റീസ് ടു ഇമ്പോർട്ട് സം പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്സ് ഫോർ ദി ബിസിനസ്. അതായത് കസ്റ്റംസ് അതോറിറ്റീസ് നമ്മൾ ഫൈന് കൊടുത്തിട്ടുണ്ട്, പെനാൽറ്റി. എന്തിനാന്ന് വെച്ചാൽ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്. ദെൻ പ്രൊവിഷൻ മെയ്ഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നമ്മുടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സെയിൽസ് ടാക്സ് പെയ്ഡ് ബൈ ആൻ അസസി അല്ലേ. അപ്പോൾ സെയിൽസ് ടാക്സ് പെയ്ഡ് ബൈ ആൻ അസസി ഈസ് എ ബിസിനസ് എക്സ്പെൻഡിച്ചർ അല്ലേ. സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, റിലേറ്റഡ് ടു ബിസിനസ്സാണ്. അപ്പോൾ അതെന്താണ്, അഡ്മിസിബിൾ എക്സ്പെൻസ്, നമുക്കത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസസ്സാണ്. പിന്നെ സ്റ്റോക്ക് എന്താണ്, കത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലോസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ആൻ അഡ്മിസിബിൾ ഡിഡക്ഷൻ സിൻസ് ദ സ്റ്റോക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ ദ ബിസിനസ് പർപ്പസ്. അത് അഡ്മിസിബിൾ ഡിഡക്ഷനാണ്, കാരണം സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തിനാണ്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ്. അത് കത്തി ലോസ് വന്ന ലോസ് അഡ്മിസിബിളാണ്. ബ്രോക്കറേജ് പെയ്ഡ് ഫോർ റൈസിംഗ് ലോൺസ് ഫോർ ദ ബിസിനസ് ഈസ് ആൻ അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ അല്ലേ. ബ്രോക്കറേജ് പേ ചെയ്ത് ബിസിനസ്സിന് ലോണിന് വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കി, അഡ്മിസിബിൾ എക്സ്പെൻസ് തന്നെയാണ്. ദെൻ കമ്മീഷൻ ഈസ് പെയ്ഡ് ഫോർ സെക്യൂറിങ് ബിസിനസ് ഓർഡർ. കമ്മീഷൻ പേ ചെയ്താൽ എന്താണ്, അഡ്മിസിബിൾ എക്സ്പെൻസാണ്, കാരണം ബിസിനസ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, അഡ്മിസിബിൾ എക്സ്പെൻസാണ്. പിന്നെ ബാഡ് ഡെബ്റ്റ്സ് ആർ ഇൻകേർഡ് ബൈ ബിസിനസ് ഇൻ ദ കോഴ്സ് ഓഫ് സെയിൽ. ബാഡ് ഡെബ്റ്റ്സ് വന്നതാണ് അല്ലേ. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് എന്താണ്, ഒരു ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസസ് ആണല്ലേ. ബിസിനസ് ചെയ്യുമ്പോഴേ ബാഡ് ഡെപ്റ്റ് ഉള്ളൂ. ബാഡ് ഡെപ്റ്റ് എന്ന് പറയും പ്രൊവിഷനൊന്നുമല്ല, ആക്ച്വലി അത് ഇൻകേർഡായി, നമുക്ക് പിന്നെ ബാഡ് ഡെപ്റ്റ്സ് കിട്ടാക്കടായി വന്നു അതല്ലേ, പിന്നെ നമുക്ക് ലോസായി. അപ്പോൾ അതെന്താണ്, അഡ്മിസിബിൾ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് ആർ ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ കോഴ്സ് ഓഫ് സെല്ലിംഗ് ദ പ്രോഡക്ട്സ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ അസോസിയേറ്റഡ് വിത്ത് ഓർഡിനറി ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് ഹെൻസ് ഡിഡക്റ്റബിൾ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ബാഡ് ഡെബ്റ്റ്സ് ഇൻകേർഡ് ആണല്ലോ, പ്രൊവിഷൻ എന്നല്ല കേട്ടോ. ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് വന്നു, അയാളെ കയ്യിൽ നിന്ന് ഇനി പൈസ കിട്ടൂല എന്ന് ഉറപ്പായി. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തിട്ട് വന്നൊരു ലോസാണത്. ദെൻ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ എംപ്ലോയി ഈസ് ലൈക്ലി ടു ഹാപ്പൺ ഇൻ എ ബിസിനസ്. ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. പിന്നെന്താ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. എംപ്ലോയി എന്താണ്, ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടതൊന്നുമല്ല, പക്ഷെ എന്താണ്
അതൊരു ബിസിനസ് നടത്തുമ്പോൾ എന്താണ്, ചിലപ്പോൾ അങ്ങനെ ഒരു ലോസ് വരാം അല്ലേ, നമ്മളെ കാര്യം കൊണ്ട് ഒന്നും വന്നതല്ല. അപ്പം എന്താണ്, ഡിഡക്റ്റബിളാണ്. പിന്നെ ടെർമിനേഷൻ ഓഫ് ദ എംപ്ലോയിൻ്റെ കേസിൽ എന്താണ് ഇത് കൊടുത്തത്, കോമ്പൻസേഷൻ കൊടുത്തത്, അതും ഡിഡക്റ്റബിളാണ്. ദ ടെർമിനേഷൻ ഓഫ് ദ എംപ്ലോയി ഈസ് മെയ്ഡ് ഫോർ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ്. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ് ഈസ് അഡ്മിസിബിൾ. പിന്നെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അല്ലേ. പെനാൽറ്റി പെയ്ഡ് ഫോർ കസ്റ്റംസ് അതോറിറ്റീസ് ടു ഇമ്പോർട്ട് സം പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ് ഫോർ ദി ബിസിനസ് ഓഫ് കോഴ്സ് ആർ നോട്ട് അലൗഡ് ആസ് എ ബിസിനസ് എക്സ്പെൻഡിച്ചർ. പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉറപ്പ് ചെയ്യുന്നു, കാരണം ഇൻക്ലൂഡ് ചെയ്യൂല. എന്താണ്, പിന്നെ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്ത പെനാൽറ്റിയാണ്. അപ്പോൾ അത് നോർമലി അതൊരു ആവശ്യമുള്ളൊരിതൊന്നല്ല അല്ലേ. അപ്പോൾ അത് നമുക്കെന്താണ്, ഒഴിവാക്കാം. അഡ്മിസിബിൾ അല്ല, നമുക്ക് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യില്ല. എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് സിംപ്ലി എ പ്രൊവിഷൻ മെയ്ഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് എ ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ ആൻഡ് ഹെൻസ് കനോട്ട് ഡിഡക്റ്റബിൾ. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആൻറ്റിസിപ്പേഷൻ ഓഫ് ലോസ് വിചാരിച്ച് നമ്മൾ ലോസ് വരും വിചാരിച്ച് നമ്മളൊരു പ്രൊവിഷൻ മാറ്റി വെക്കണം. പ്രോഫിറ്റ് ഉണ്ടാവും, ഇനി ബാഡ് ഡെപ്റ്റ് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അത് ഡിഡക്റ്റബിൾ അല്ല. ഈ വർഷത്തെ ഇൻകം നമ്മൾ അക്കൗണ്ടൻസി പ്രകാരം നമ്മൾ ഡിഡക്റ്റ് ചെയ്താലും ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് ഡിഡക്റ്റബിൾ അല്ല. കാരണം നമുക്കുള്ള പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം, അഥവാ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. വന്നിട്ടില്ലല്ലോ. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തേക്കുന്നതാണല്ലോ. അപ്പോൾ അത് ഡിഡക്റ്റബിൾ അല്ല. പക്ഷേ ബാഡ് ഡെപ്റ്റ്സ് ഡിഡക്റ്റബിൾ. കാരണം ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ കിട്ടൂല എന്ന് ഉറപ്പായി. അങ്ങനെ രണ്ടും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ പ്രൊവിഷൻസ് എന്താണ്, കാനോട്ട് ബി ഡിഡക്റ്റബിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെയിൽസ് ടാക്സ് ഡിഡക്റ്റബിളാണ്. സ്റ്റോക്ക് പിന്നെ ബൈ ഫയർ ആയതുകൊണ്ട് അതിൻ്റെ ലോസ് ഡിഡക്റ്റബിളാണ്. ബ്രോക്കറേജ് ഫോർ റൈസിംഗ് ലോൺ ഡിഡക്റ്റബിളാണ്. കമ്മീഷൻ ഡിഡക്റ്റബിളാണ്. ബാഡ് ഡെപ്റ്റ്സ് ഡിഡക്റ്റബിളാണ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ ആൻ എംപ്ലോയി ഡിഡക്റ്റബിളാണ്. കോമ്പൻസേഷൻ പെയ്ഡ് ടു ആൻ എംപ്ലോയി ഡിഡക്റ്റബിളാണ്. പെനൽറ്റി പെയ്ഡ് ഫോർ കസ്റ്റംസ് അതോറിറ്റീസ് ഫോർ prohibited goods is not deductible. Then provision made for bad and doubtful debt is not deductible. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഡിഡക്റ്റബിൾ. നമ്മളെന്ത് പറയുന്നത്, ഡിഡക്റ്റബിൾ ആണോ അല്ലെ വിത്ത് റീസൺസ്. അല്ലെ ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി, then amount spent in connection with the installation of new telephone connection, then commission paid for purchasing raw material, then capital expenditure on scientific research, then interest paid on loan which was originally taken for the acquisition of a capital asset, then expenses for shifting a business from urban to rural area, legal expenses paid to protect the building of the business, preliminary expenses incurred before the commencement of production activities, lump sum amount paid for acquiring know-how, income tax paid on behalf of non-resident assessee in respect of whose income the assessee was assessed as agent. ശ്രദ്ധിക്കുക, ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള ഡൊണേഷൻ എന്താണ്, നോട്ട് അലവബിൾ ഡിഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അത് ബിസിനസ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. Then amount spent in connection with the installation of new telephone connection is an allowable expenditure. നമുക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ടെലഫോൺ നിർബന്ധമായിട്ട് വേണം അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു അലവബിൾ എക്സ്പെൻഡിച്ചറാണ്. ഒരു കമ്മീഷൻ പെയ്ഡ് ഫോർ പർച്ചേസിങ് റോ മെറ്റീരിയൽ അല്ലേ. കമ്മീഷൻ പെയ്ഡ് ഫോർ പർച്ചേസിങ് റോ മെറ്റീരിയൽ എന്താണ്, ഒരു അലവബിൾ ഡിഡക്ഷനാണ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഇൻകേർഡ് ഇൻ റിലേഷൻ ടു ബിസിനസ് ഈസ് അലൗഡ്. അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ് സയൻറ്റിഫിക് റിസർച്ചിലൊക്കെ ഫുള്ളായിട്ട് അലൗ ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ വിച്ച് വാസ് ഒറിജിനലി ടേക്കൺ ഫോർ ദ അക്വസിഷൻ ഓഫ്
ക്യാപിറ്റൽ അസറ്റ്സ് അല്ലേ? ക്യാപിറ്റൽ അസറ്റ് എന്തിനാണ്? നമ്മൾ ബിസിനസ്സിന് ആയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എന്താണ്? അതൊരു അലവബിൾ എക്സ്പെൻഡിച്ചറാണ്. പിന്നെ അത് ക്യാപിറ്റൽ അസറ്റ് വാങ്ങാനുള്ളതല്ല ശ്രദ്ധിക്കണം, അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പിന്നെ എക്സ്പെൻസസ് ഫോർ ഷിഫ്റ്റിംഗ് എ ബിസിനസ് ഫ്രം അർബൺ ടു റൂറൽ ഏരിയസ് പ്യൂർലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോട്ട് ഡിഡക്റ്റബിൾ. കാരണം നമ്മൾ ഒരു ബിസിനസ് അർബണിൽ നിന്ന് റൂറലിലേക്ക് മാറ്റാൻ മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മാറ്റും, ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് വരിക. അപ്പോൾ നമുക്ക് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കത് ഡിഡക്റ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല ആ എമൗണ്ട് ഫുള്ളായിട്ട്. ലീഗൽ എക്സ്പെൻസസ് പെയ്ഡ് ടു പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് ഓഫ് ദ ബിസിനസ് ആസ് an allowable expenditure because it is incurred to protect the interest of the business. നമ്മൾ ഏഴാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? ലീഗൽ എക്സ്പെൻസസ് പെയ്ഡ് ടു പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് ഓഫ് ദ ബിസിനസ് അല്ലേ? അങ്ങനെ ബിസിനസ്സിൻ്റെ ബിൽഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഡിഡക്റ്റബിളാണ്. പിന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഈസ് അലൗഡ് സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻ. അതായത് 1/5 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതായത് 8ാമത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അതായത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിന് മുന്നേ, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ വന്ന എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം? 1/5 1/5 പാർട്ടായിട്ട് ഓരോ വർഷം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നെ റെസിഡൻ്റ് അസസിക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, നോൺ റെസിഡൻ്റ് അസസിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് 1/5. ലംസം എമൗണ്ട് ഫോർ എക്വയറിങ് നോ ഹൗ. അതായത് അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ നമ്മൾ പഠിക്കും. നമുക്ക് എക്വയറിങ് നോ ഹൗ ഡിപ്രീസിയേഷൻ്റെതായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം 25%. അത് നമ്മൾ ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നമ്മൾ പഠിക്കും കേട്ടോ. പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ നോൺ റെസിഡൻറ്റ് അസസി ഇൻ റെസ്പെക്ട് ടു ഹൂസ് ഇൻകം ദ അസസി വാസ് അസസ്ഡ് ആസ് ഏജൻറ്റ്. കേട്ടാൽ തന്നെ അറിയാം നമുക്ക്. ഒരു നോൺ റെസിഡൻ്റ് ഉണ്ട്, അയാൾ ഇൻകം അസസ് ചെയ്യുന്നത് ഈ അസസിൻ്റെ ഇതിലാണ്. അപ്പോൾ ആ ഇൻകം കുറക്കണോ വേണ്ട? അപ്പോൾ നമുക്കറിയാം കുറക്കാൻ പറ്റില്ല, കുറക്കേണ്ട ആവശ്യമില്ല, കാരണം ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസസ് അല്ലല്ലോ. അപ്പോൾ ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി ഡിഡക്റ്റബിൾ അല്ല. പിന്നെ ടെലിഫോൺ ഇൻസ്റ്റലേഷൻ ചാർജസ് ഡിഡക്റ്റബിളാണ്. റോ മെറ്റീരിയലിൻ്റെ കമ്മീഷൻ ഡിഡക്റ്റബിളാണ്. സയൻറ്റിഫിക് റിസർച്ചിൻ്റെ എക്സ്പെൻസ് ഡിഡക്റ്റബിളാണ്. ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ ലോൺസ് ഡിഡക്റ്റബിളാണ്. ബിസിനസ് റൂറൽ ടു അർബൺ അത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസസ് തന്നെയാണ്, പക്ഷേ എന്താണ് അത് വലിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അത് നമുക്കൊരു വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റബിൾ അല്ല കേട്ടോ. എന്നാൽ ലീഗൽ എക്സ്പെൻസസ് പെയ്ഡ് ടു പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് ഓഫ് ദ അസറ്റ് ഡിഡക്റ്റബിളാണ്. പ്രിലിമിനറി എക്സ്പെൻസസ് 1/5 ഒരു വർഷം അല്ലേ? പിന്നെ നമ്മൾ ബിസിനസ് തുടങ്ങിയത് മുതൽ 5 വർഷം കൊണ്ട് അതാണ് എഴുതിയിട്ടുള്ളൂ. 1/5 ഈ വർഷം, 1/5 അടുത്ത വർഷം, അങ്ങനെ. പിന്നെ നോ ഹൗ അക്വയർ ചെയ്യുന്നതിന് നമ്മൾ 25% ഡിപ്രീസിയേഷൻ വെച്ചിട്ട് ഡിഡക്റ്റബിളാണ്. പിന്നെ ഇൻകം ടാക്സ് പേ ചെയ്തത് നോൺ റെസിഡൻറ്റിൻ്റെ പേരിൽ പേ ചെയ്തത് ഡിഡക്റ്റബിൾ അല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഏതാണ് ഡിഡക്റ്റബിൾ ഏതാണ് നോൺ ഡിഡക്റ്റബിൾ എന്ന്. ഇനി നമുക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് ജസ്റ്റ് എന്തൊക്കെ ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രോബ്ലംസ് നമുക്ക് എമൗണ്ടൊക്കെ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് തന്നെയാണ് എക്സാമിനൊക്കെ ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ പ്രോബ്ലം വന്നിട്ടുള്ളത്.